രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വേഗത്തിലാണ് കേരളീയ സമൂഹത്തിൽ വലിയ പിന്തുണ നേടിയത്, എതിർപ്പുകളും ക്ഷണിച്ചു വരുത്തിയത്. വളരെ വേഗത്തിലായിരുന്നു രാഹുലിൻ്റെ വളർച്ച. ആ കാലത്ത് നിരവധി പ്രതികരണങ്ങൾ, അത് വളരെ ശ്രദ്ധേയമായിരുന്നു. ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ചില പ്രതികരണങ്ങൾ കൂടിയൊന്ന് കേൾക്കാമെന്ന് തോന്നുന്നു. രാജിവെക്കാതെ സുഖമായി, സ്വസ്ഥമായി, സ്വതന്ത്രമായി ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കാമെന്ന് ഒരു കാരണവശാലുമുള്ള തെറ്റിദ്ധാരണ ശ്രീ എം മുകേഷിന് വേണ്ട. അവിടെയെല്ലാം എത്രയൊക്കെ ആൾമാറാട്ടവും ഒളിച്ചോട്ടവും ഒടിയൻ സേവയും നടത്തിയാലും നിങ്ങളുടെ പിന്നാലെ പിന്തുടർന്ന് നിങ്ങളെ രാജിവെപ്പിക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. 7 കടലുകൾക്കപ്പുറം പോയി നിങ്ങൾ ഒളിച്ചിരുന്നാലും ആ നിങ്ങൾ ഒളിച്ചിരിക്കുന്ന ആ ഒളി സങ്കേതത്തിൽ BJP-കാരന്റെയും CPM-കാരന്റെയും കാവലേർപ്പെടുത്തിയാലും അവിടേക്കും യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ കടന്നു വരുമെന്ന് പറഞ്ഞാൽ കടന്നു വരിക തന്നെ ചെയ്യും. രാഹുലിന്റെ പഴയൊരു പ്രസംഗമാണ്, അത് കൊല്ലത്തെ പ്രസംഗമാണ്. അന്ന് എം മുകേഷ് MLA, ഭരണപക്ഷത്തെ എം മുകേഷ് MLA, അദ്ദേഹത്തിനെതിരായ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശക്തിപ്പെടുന്നതിനിടയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തെ അന്നത്തെ പ്രതിഷേധത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണമാണ്. അതേസമയം സമാനമായ സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുലിനെതിരെ തിരിച്ചത് പറയേണ്ടി വരുന്ന സമാനമായ സാഹചര്യമാണ് കടന്നു പോകുന്നത്. മുകേഷിന്റെ പേരും സജീവമായി ഇപ്പോൾ രാഹുലിന്റെ കേസിനൊപ്പം അതിനെ തുലനം ചെയ്ത് കേൾക്കുന്നുണ്ട്. മറ്റ് പല രാഷ്ട്രീയ നേതാക്കളുടെ പേരും സമാനമായ പല സാഹചര്യങ്ങളിലും കേസുകളിലും ഉണ്ട് എന്നതും വളരെ പ്രധാനമാണ്. അക്കാര്യങ്ങളിലൊക്കെ എന്ത് നിലപാട്, ഏത് തരത്തിലുള്ള ഗൗരവതരമായ ചർച്ചകൾ നടന്നു, എന്തിടപെടൽ രാഷ്ട്രീയ നേതൃത്വമൊക്കെ നടത്തി, സർക്കാർ നടത്തി, പോലീസ് നടത്തി എന്ന ചോദ്യമൊക്കെ വളരെ പ്രധാനവുമാണ്.